ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ വന്നപ്പോൾ നടന്ന ഒരു സംഭവത്തിന്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. അത് കാരണം ആരും അത് നിസാരമായിട്ട് കാണരുത്. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടണും കൂടെ കാണുക. ഹൈപ്പ് ഞെക്കി പോയിന്റ് കൂടെ ഇടണം കേട്ടോ. എങ്കിൽ മാത്രമേ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരത്തുള്ളൂ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു വ്യക്തി പോലും ഇത് ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. അതിനു വേണ്ടിയാണ് കേട്ടോ. ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഈ ഡാൻസ് കളിക്കുന്ന ഒരാൾ കണ്ട ഈ കൂട്ടത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. ആലപ്പുഴ ബീച്ചിൽ ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഇത് കണ്ട, കള്ളു കുടിച്ചിട്ട് കാണിക്കുന്ന തോന്നിയാസം കണ്ട 3 പേര് കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സന്ധ്യയായിട്ടും കേറുന്ന ലക്ഷണമില്ല. അങ്ങോട്ടങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരാളാണെങ്കിലോ ഭയങ്കര അപകടകരമായ അവസ്ഥയിൽ അങ്ങ് പോയി കഴിഞ്ഞു. അങ്ങനെ ലൈഫ് ഗാർഡ് വന്ന് വിസിലടിച്ചു. എല്ലാ ആൾക്കാരും അവിടെ നിന്ന് അലറിയിട്ട് ഒരുപാട് ആള് കൂടി. ഒന്നും ഇവര് പറയുന്ന കേൾക്കുന്നില്ല. പോയിക്കൊണ്ടിരിക്കും അങ്ങ്. കടലിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ. അങ്ങനെ അവസാനമാണ് പോലീസിനെ വിളിച്ചത്. അങ്ങനെ പോലീസുകാരും ലൈഫ് ഗാർഡും ജനങ്ങളും എല്ലാം കൂടെ ഇവരുടെ പുറകെ അങ്ങ് വരുവാ. ബീച്ചിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങേറ്റം വരെ എത്തിയേക്കുവാണ്. ഇതാണ്ട ഇവരെവിടം വരെ ആയെന്ന് നോക്കിയേ. എന്നിട്ട് ആരൊക്കെ പറഞ്ഞിട്ടും വിസിലടിച്ചിട്ടും എന്തെല്ലാം ഇവിടെ കിടന്ന് അലറിയിട്ടൊന്നും അവര് കേറുന്ന ലക്ഷണമില്ല. ഒടുവിൽ 2 മണിക്കൂറിന് ശേഷമാണ് 2 പേരെ കരയ്ക്ക് കയറ്റിയത്. എന്തോ അതിൽപ്പെടുന്ന ഒരാളാണ് ഈ പോകുന്നത്. അങ്ങനെ വലിച്ചഴിച്ച് ഇവരെ കരയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളെ ബലമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയപ്പോ ഇപ്പുറത്തുകൂടെ വീണ്ടും കടലിലോട്ട് പോയി. ഈ ആളെ ബലമായിട്ട് എല്ലാരും കൂടെ പിടിച്ചു വെച്ചേക്കുവാണ്. എന്നിട്ട് പുള്ളിക്ക് വീണ്ടും കടലിലോട്ട് തന്നെ പോണം. കാണിക്കുന്നത് കണ്ട എന്തുവാണല്ലേ. ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. ആര് പറഞ്ഞിട്ട് പുള്ളി കേൾക്കുന്നില്ല. ഇത് കണ്ട, ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? നിങ്ങൾ തന്നെ പറ. മദ്യപിച്ചിട്ട് കാണിക്കുന്ന തോന്നിയാസങ്ങൾ കണ്ടില്ലേ? അതും കടലിനോട്. കടൽ എന്തോ ഒരു അപകടകരമായ സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പൊ സമയം എത്ര ആയെന്നറിയാം. എത്ര നേരമായിട്ട് ഈ ആൾക്കാരെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുവാണെന്ന് നോക്കിയേ. പോലീസുകാർ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. കാരണം ബോധം ഉണ്ടായിട്ട് വേണ്ട ഇവർക്ക് ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ദേ മറ്റേ ഒരാളങ്ങ് എത്തി. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയത്തില്ല എന്ത് സംഭവിക്കുന്നു കേട്ടാ. എല്ലാരും ഇങ്ങനെ ആകാംക്ഷയിലോട് നിൽക്കുവാണ്. നോക്കിയ എനിക്ക് തോന്നുന്നില്ല അവർക്ക് കയറുമെന്ന് തോന്നുന്നില്ല. അങ്ങ് പോയിക്കൊണ്ടിരിക്കുവാണ്. കണ്ട, ഒരാളാണ് ഏറ്റവും അപകടകരമായത്. കണ്ടില്ല, അങ്ങ് കാണുന്ന പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പണിയാവും കേട്ടാ. അവർക്ക് ചാടി വലിച്ചു കയറ്റാൻ പറയില്ലെങ്കിൽ വെറുതെ മെനക്കേടാവും. ഇത് വാശി കാണിക്കേണ്ട ആവശ്യമില്ല. കൈയും കാലും തളരത്തില്ല. എത്ര മണിക്കൂറായിട്ട് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമെന്നറിയാവാ. കൈയും കാലും തളർന്ന് എന്തായാലും പറ്റിയാൻ തീ. എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുവാ. എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയേ ബീച്ചിന്റെ അവസ്ഥ നോക്കിയേ. കുറച്ചും കൂടെ ഇരുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? മഴ പെയ്തു കഴിഞ്ഞാൽ എന്താവും? ഇതുണ്ടാ, അവരങ്ങ് പോയിക്കൊണ്ടിരിക്കുവാണ്. അതിന്റെ ഒപ്പം ഈ കണ്ട ആൾക്കാരും എല്ലാരും ഇങ്ങനെ പോവുക. എന്തൊരവസ്ഥയാണല്ലേ. ദയവ് ചെയ്ത് ഇനി ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് കേട്ടോ. നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എത്ര പേരായിരിക്കും ഇരിക്കുന്നത്? അത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? മദ്യപിക്കുമ്പോ എല്ലാം അങ്ങ് മറക്കുവാണ്. ഒരിക്കലും
ഇനി ഒരു വ്യക്തി പോലും ഇതുപോലെ ചെയ്യരുത്. നോക്കിയേ, എന്തോ തമാശ കാണിച്ചതാണ്, പക്ഷെ കേറുന്നില്ല പേടിച്ചിട്ട്. ആ മീൻപിടുത്തക്കാര് തന്നെയാണെന്ന് പറയുന്നു. ചിലരവിടെ നിന്ന് പറയുന്നുണ്ട് ഇവർ ഈ പൊന്ത് വള്ളക്കാരാണ്, അത് കാരണം ഞങ്ങൾക്ക് നീന്താൻ അറിയാം, ഞങ്ങള് പലതും കാണിക്കും, ഇങ്ങനെയൊക്കെ ഇവര് പറയുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് അത് വിടാനും പറ്റത്തില്ല, കാരണം അവര് നോർമൽ അല്ല. ഒരാളങ്ങാണ് പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ടങ്ങ്. കണ്ടോ കണ്ടോ ഒരാൾ പോകുന്ന കണ്ടോ അങ്ങ്. അടുത്ത ആളെന്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നോക്കിയേ, കടലിൽ നിന്നിട്ട്, കടലിലല്ല സോറി, കരയിൽ നിന്നിട്ട് എല്ലാരും ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്, കേറ് കേറ്. ഒരാളെ വല്ല വിധയും കരയ്ക്ക് നിർത്തിയിട്ടുണ്ട്. ആക്ക് വീണ്ടും കടലിൽ പോണം എന്നുള്ള ഇതിൽ തന്നെയാണ് ആ പുള്ളി നിൽക്കുന്നത്. കണ്ടില്ല, പുള്ളി കിടന്ന് കാണിക്കുന്നുണ്ടല്ലേ അവിടെ കിടന്ന്. രണ്ടുപേരാണ് ഇപ്പൊ അങ്ങ്. ഒരാള് ഏറ്റവും അപകടകരമായ ഇതിലാണ്, അങ്ങ് പോയിക്കൊണ്ടിരിക്കും അങ്ങോട്ട്, പുറകോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതുണ്ട കടലിന്റെ അവസ്ഥ കണ്ട. ഇപ്പോഴാണ് ഇപ്പുറത്തോടെ ആരും പറഞ്ഞിട്ട് കേൾക്കാതെ നേരത്തെ ഒരാളെ പിടിച്ച് കരയെ കയറ്റി നിർത്തിയില്ലേ, ആ ഒരു ചേട്ടനാ. ആ ആള് ഒരു സൈഡിൽ നിന്ന് പൊന്തോളം വലിച്ചോണ്ട് അവരെ രക്ഷിക്കാനാന്ന് പറഞ്ഞു പോവുക. പുള്ളിയെ കുറെ പേര് വിളിച്ചു പോലെന്നേ, പക്ഷെ പുള്ളി കേൾക്കാതെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഞാനിപ്പോ അവരെ രക്ഷിച്ചോണ്ട് വരാന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോവുകയാണ്. ഈ സൈഡിൽ കൂടെ വരാതെ ഇവിടെ അല്ലേ എല്ലാരും നിൽക്കുന്നത്, ആ സൈഡിൽ കൂടെ പെട്ടെന്ന് ഓടി പാഞ്ഞ് തെള്ളി അങ്ങ് പോയി. ആര് പുറകെ ചാടി വരെ രക്ഷിക്കാനാണ് എനിക്കറിയത്തില്ല. കണ്ടാ പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. കണ്ടാ സമയം അങ്ങ് ഇരുട്ടിക്കൊണ്ടിരിക്കുവാണ്. പുള്ളി തെള്ളിതാ അവരുടെ അടുത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടാ. പക്ഷെ ഭയങ്കര കടല് കൂടുതലാണ്, തീരെ ഇങ്ങനെ അടിച്ചു വരുന്നോണ്ട് കുറച്ച് പാടാണ് അങ്ങോട്ടൊക്കെ എത്താൻ. പുള്ളി ആടിയാണ് പോയത് തന്നെ. ആ ആള് ആ പൊന്തുവെള്ളം തുഴയുന്നത് എങ്ങനെ ആയിരിക്കും നമുക്കൊക്കെ സങ്കല്പിക്കാവുന്ന കാര്യമുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? ഇത്ര മണി മുതൽ ഇത്രയും മണി വരെ രാത്രി ആകുന്നവരെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുവാണ് പ്രതീക്ഷയോടുകൂടി. അവരൊന്ന് കേറി വരണേ, എന്ത് ചെയ്യും? ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? പറയുമ്പോ പറയും പറഞ്ഞേ, ഇതാണ് കാണിച്ചു കൂട്ടുന്നതൊക്കെ. എത്രയോ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാവോ? പുള്ളി പോയിക്കൊണ്ടിരിക്കുക കണ്ടാ. രാത്രി ആണ്ട് വീഡിയോ ഇങ്ങനെ എടുക്കാൻ കുറച്ച് പാടാണ്. നമുക്ക് ഇതൊക്കെ ദൂരത്തു നിന്നൊക്കെ കാണിക്കാനൊക്കെ പാടാണ്. എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ ഇത് എടുക്കുന്നുണ്ട്. എല്ലാരും കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുവാണ്. ഇപ്പൊ 3 പേര് കടലിൽ തന്നെയാണ്. കുറച്ചൊക്കെ അങ്ങോട്ട് നീങ്ങി എത്തുന്നുണ്ട്. ഇപ്പോഴും അവരുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. കാരണം ഒരാളങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവല്ലേ, പിന്നെന്ത് ചെയ്യും? അടുത്തെത്തി കേറിയെന്നാണ് പറയുന്നത്. അത് പിടിച്ചിങ്ങനെ നിപ്പുണ്ട് കണ്ടാ. പക്ഷെ പുള്ളി മറ്റേ ആള് കേറുന്നില്ല അതിന്റെ അകത്തോട്ട്.
അടുത്ത പോലീസിനെ വിളിച്ചു വരുത്തിയേക്കുവാണ്. പോലീസും ഫയർഫോഴ്സും അതുകൂടാതെ ലൈഫ് ഗാർഡും ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. കാരണം അറിയത്തില്ല അവർക്ക് 3 പേർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. കാരണം കടലിന്റെ അങ്ങ് നടക്കുന്ന സംഭവങ്ങളാണ്. ഒരാളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. പുള്ളി ഇപ്പോഴും അതിൽ കൂടെ കേറി വരാൻ പോവാണെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് ഒന്നും കാണാൻ വയ്യാത്ത ഒരവസ്ഥയിലോട്ട് ഇങ്ങനെ വരുവാണ്. അവസാനം ആരെയും കിട്ടത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ട ഇവിടെ വന്നെന്ന് കുറെ ആൾക്കാരും, എനിക്ക് തോന്നുന്നു ഫയർഫോഴ്സുകാരാണോ അതോ ലൈഫ് ഗാർഡാണോ അതോ പോലീസുകാരാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. ഒരു 3-4 പേര് കടലിലോട്ട് ഇറങ്ങി ചെന്നിട്ട് ഇവരെ ബലമായിട്ട് കുറെ പരിശ്രമിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ്. ഇവരാരും വരുന്നില്ലായിരുന്നു. നോക്കിയേ അവസ്ഥ നോക്കിയേ. ഇതണ്ട മറ്റേ ചേട്ടൻ, ആ ചേട്ടനെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഇത് വന്നെന്ന് തോന്നുന്നു. മതിയായി കാണിപ്പം ഒരാളെ പുറകെ പോന്ന കണ്ട ഈ പുള്ളി നോക്കി. ഇവര് 3 പേരാണ്. ആ പുള്ളിയാണ് കേറാതെ എനിക്ക് തോന്നുന്നു 4 മണിക്കൂറൊന്നും അല്ല ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങോട്ട് തന്നെ. എന്തോ ഒരു ഭാഗ്യത്തിനാണ് പുള്ളി രക്ഷപ്പെട്ടത് കേട്ടോ. ഇത് പുനർജന്മെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നാളെ ഈ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങളാ വീട്ടിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാരും ഇട്ട് കഷ്ടപ്പെടുത്തി. ആ പോലീസുകാർക്ക് എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാവാ. അപ്പൊ അവരൊക്കെ കാരണമാണ് ഇയാളുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഒരിക്കലും രക്ഷപ്പെടുമെന്ന് പോലും ഞങ്ങൾ ഓർത്തിയല്ല. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.